ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന മുഹമ്മദ് ഫൈസൽ, അവരുടെ അച്ഛൻ, അമ്മ, മറ്റ് രക്ഷിതാക്കളെ, മുഹമ്മദ് ഫൈസൽ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ അധ്യാപകന്മാരെ, മാധ്യമ സുഹൃത്തുക്കളെ, ഇവിടെ ഇന്ന് വരാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. എന്നെ ക്ഷണിച്ചിട്ടാണ് ഇവിടെ ഇന്ന് രാവിലെ എത്തിയത്. ഡോക്ടർ ജയകുമാർ പറഞ്ഞതുപോലെ ഞാനും ഇവിടുത്തെ പേഷ്യൻ്റായിരുന്നു. മുഹമ്മദ് ഫൈസലിന് ഒരു തീവണ്ടി അപകടത്തിലാണ് കാലിന് ഗുരുതരമായ പരിക്കേറ്റത്. ആ പരിക്കുകൾ ഭേദമാവാൻ വേണ്ടിയുള്ള ചികിത്സയാണ് ഇവിടെ നടത്തിയത്. ആ ചികിത്സയുടെ ഒരു ഘട്ടം പൂർത്തീകരിച്ച് ഡിസ്ചാർജ് ചെയ്യുന്ന ഘട്ടത്തിൽ നിങ്ങൾ വരണം എന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചപ്പോൾ അങ്ങേയറ്റം അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കിയത്. 1999 ആഗസ്റ്റ് മാസം 25 തിരുവോണ ദിവസമാണ് വീട്ടിൽ കയറി എനിക്ക് നേരെയുള്ള ഒരു ആക്രമം നടന്നത്. ആക്രമണത്തിൻ്റെ പരിക്കുകൾ വളരെ മാരകമായിരുന്നു. ആ പരിക്കുകളുടെ സ്വഭാവം മനസ്സിലാക്കിയിട്ടുള്ള ഡോക്ടർമാരായിട്ടുള്ള ആളുകൾ നിർദ്ദേശിച്ചത് അതിവേഗം എറണാകുളത്തെ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്നതാണ്. സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ അന്നത്തെ ഒരു പ്രത്യേകത, കേരളത്തിൽ മൈക്രോവാസ്കുലർ സർജറി അപൂർവമായി നടത്തുന്ന ഒരു ആസ്പത്രിയാണ് എറണാകുളത്തെ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ. ഇവിടെയുള്ള ഡോക്ടർ രാജപ്പൻ, അതുപോലെ ഡോക്ടർ ജയകുമാർ, ഡോക്ടർ ഗിൽഡ്, നിരവധി ഡോക്ടർമാരുടെ സംഘമാണ് അന്ന് എന്നെ പരിശോധിച്ചതും ചികിത്സിച്ചതും. വടക്കൻ മേഖലയിലൊന്നും മൈക്രോവാസ്കുലർ സർജറി ഇല്ല, പ്ലാസ്റ്റിക് സർജറി ഇല്ല അന്ന്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലും എന്നെ കാണിച്ചിരുന്നു. എന്നിട്ടാണ് അതിവേഗം അന്നത്തെ സർക്കാരും അതിൻ്റെ ഭാഗമായിട്ടുള്ള പോലീസ് സംവിധാനം കണ്ണൂരിൽ നിന്ന് 5 മണിക്കൂർ കൊണ്ടാണ് എന്നെ ഇവിടെ എത്തിച്ചത്. എല്ലാ ട്രാഫിക് തടസ്സങ്ങളും മാറ്റിക്കൊണ്ട് അതിവേഗം ഇവിടെ എത്തി. ഇവിടെ എത്തിയതിനെ തുടർന്ന് 13 മണിക്കൂർ നേരമാണ് ശസ്ത്രക്രിയ. ഇതാണ് ഡോക്ടർ ജയകുമാറിൻ്റെ നേതൃത്വത്തിൽ 13 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയാണ്. ശസ്ത്രക്രിയ കഴിഞ്ഞ് ഏതാണ്ട് പരിക്കേറ്റ ഭാഗങ്ങൾ, പരിക്ക് എന്താണെന്നുള്ളത് നിങ്ങളിൽ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഏകദേശം ഒരു ശരീരത്തിൻ്റെ പൂർവ്വസ്ഥിതി വരും എന്ന് തോന്നിയ അവസരത്തിലാണ് ഒരു ദിവസം ഇവിടുത്തെ ഒരു നേഴ്സ് എന്നെ ശരീരത്തിലുള്ള ഈ ചോര പുരണ്ട ഭാഗങ്ങളൊക്കെ ശുചീകരിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് എൻ്റെ തലയിൽ, അതായത് മുടിയിലൊക്കെയുള്ള ഭാഗങ്ങളൊക്കെ തുടക്കുന്ന അവസരത്തിലാണ് സിസ്റ്റർക്ക് ഒരു കാര്യം തിരിച്ചറിയാൻ കഴിഞ്ഞത്. എൻ്റെ തലയുടെ ഈ ഭാഗത്ത് എന്തോ ഒരു മൊട്ട് പോലെ ഒരു സാധനം നിൽക്കുകയാണ്. അപ്പോൾ അവർ ടോർച്ചൊക്കെ എടുത്ത് പരിശോധിച്ചപ്പോൾ അത് എറിഞ്ഞ ബോംബിൽ നിന്നുള്ള ഒരാണിയുടെ മൊട്ടാണ്. അപ്പോൾ ആണി അങ്ങോട്ട് സ്കള്ളിലേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. ഉടനെ എക്സ്റേ എടുത്തു. അപ്പോൾ ആണി തലച്ചോറിലേക്ക് വല്ല ക്ഷതവും ഏൽപ്പിച്ചിട്ടുണ്ടോ എന്ന സംശയമാണ് ആദ്യം ഉണ്ടായത്. തുടർന്നാണ് വീണ്ടും തിയേറ്ററിലെത്തി ആണി നീക്കം ചെയ്തത്. വേറെ തലച്ചോറിനൊന്നും യാതൊരു ക്ഷതവും ഏറ്റിട്ടില്ല. ഇന്നേക്ക് 24 കൊല്ലവും
5 മാസമായി കൃത്യമായിട്ട്. ആഗസ്റ്റ് 25, 1999, ഇന്ന് 2024 ജനുവരി 25. അപ്പോൾ കൃത്യമായി 24 കൊല്ലവും 5 മാസവും 3 മാസം ഇവിടെ തന്നെ താമസിച്ച് ഞാൻ ചികിത്സയിലായിരുന്നു. ഇവിടെയാണ് ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റ്. ഇതാണ് ആ ഫിസിയോതെറാപ്പി ട്രീറ്റ്മെൻറ്റിലൂടെയാണ് ഇപ്പോഴത്തെ ശാരീരിക അവസ്ഥയിലേക്ക് തിരിച്ചെത്തിയത്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് ഓർക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലിനെ പറ്റി ഓർക്കാതിരിക്കാൻ പറ്റില്ല. അന്നും ഇത്ര തന്നെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രവർത്തന മേഖലയാണ് ഉണ്ടായിരുന്നത്. ഇപ്പം ഞാൻ ഡോക്ടർ ജയകുമാറിൽ നിന്ന് മനസ്സിലാക്കി ഇതിൻ്റെ ഒരു എനക്സ് വേറൊരു സ്ഥലത്ത് ആരംഭിക്കുന്നു എന്നാണ്.